ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വളരെ ചെറിയ കാലയളവാണ് ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം, ആയുസ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കിട്ടുന്ന സമയങ്ങളെയും അവസരങ്ങളെയും ആയുസ്സിനെയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. വളരെ ഫലപ്രദമായ രീതിയിൽ സമയത്ത് ഉപയോഗപ്പെടുത്തുകയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ജീവിതത്തെ നശിപ്പിച്ചു കളയുകയും നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന ആളുകളും നമ്മുടെ കൺമുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അയ്യുന്നാസി ഖൈറുൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലൊരാൾ എന്ന് പറയാവുന്നത് ആരെപ്പറ്റിയാണ്? പല രൂപത്തിലുള്ള പ്രകൃതങ്ങളുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനായ ഒരാൾ എന്ന് പറയാവുന്നത് ആരെപ്പറ്റിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു, ദീർഘമായ ആയുസ് ലഭിക്കുന്നവർ, ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കും, ഇത്രയും കാലം സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിയുന്നവർ. ആയുസ് നീട്ടിക്കിട്ട മാത്രമല്ല, കിട്ടുന്ന അത്ര സമയത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആളുകൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ചെലവഴിക്കാൻ സാധ്യമാകുന്ന ആളുകൾ. അദ്ദേഹം ചോദിച്ചു, ഫഅയ്യുന്നാസി ശർറുൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ അതാരാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അയാളുടെ ജീവിതത്തിന്റെ മഹാഭൂരിപക്ഷം സമയവും ചെലവഴിക്കപ്പെട്ടത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാവുക, ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാവുക, മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കുന്ന ഒരാൾ, അയാളാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ എന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, സമയങ്ങൾ, ഒരു ദിവസത്തിലെ സമയം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒരുപോലെയാണ്. പക്ഷെ ആയുസ്സിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ 10ാമത്തെ വയസ്സിലും 20ാമത്തെ വയസ്സിലും 50ാമത്തെ വയസ്സിലും 80ാമത്തെ വയസ്സിലും പല സമയങ്ങളിലാണ് ആളുകൾ അവരുടെ ജീവിതങ്ങൾ അവസാനിച്ച് ഈ ലോകത്തു നിന്ന് പിന്മാറുന്നത്. എത്ര കാലമാണോ ജീവിക്കുന്നത് അത്രയും കാലം, എത്ര കണ്ട് സമയമാണോ അനുവദിക്കപ്പെടുന്നത് അത്ര കണ്ട് സമയം, അത് നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടാൽ അയാളാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ദീർഘായുസ് ഉണ്ടാകാനും അത്രയും കാലം നന്മകൾ പ്രവർത്തിക്കാനും അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇപ്പൊ ഞാൻ ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരം ആരംഭിക്കുന്നത് നമ്മളുടെ ഈ സമയത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശുദ്ധമാണ്, പവിത്രമാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ഒരു മാസത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്, ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ദിവസങ്ങളാണ്. അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യാനി അൽ അശ്ഹർ ഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ആ അള്ളാഹുവിന് ഏറ്റവും അധികം കർമ്മങ്ങൾ ഇഷ്ടമുള്ളത്, നമ്മൾ അമൽ സ്വാലിഹാത്ത് ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടം, എന്ത് നന്മ ചെയ്യുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ്. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ കണ്ട് പുഞ്ചിരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ ഒരാളെ സഹായിക്കുന്നത്, എല്ലാ അമൽ സ്വാലിഹാത്തുകളും അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നാൽ മാമിൻ അയ്യാമിൻ അൽ അമൽ സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ, എല്ലാ അമൽ സ്വാലിഹാത്തുകളും എല്ലാ സമയത്തും ഒരുപോലെയല്ല.
നമ്മൾ സ്വതക്ക കൊടുക്കുന്നത് ഒരു അമലുസ്വാലിഹാത്തപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. നോമ്പുകാരനായിക്കൊണ്ട് സ്വതക്ക ചെയ്യുമ്പോ അത് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അമലുസ്വാലിഹാത്ത് ചെയ്യുന്നത് അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിനേറെ താല്പര്യമുള്ള കാര്യമാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ ദിവസങ്ങളാണ് അഹബ്ബു ഇലല്ലാഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങൾ നിങ്ങളിൽ നിന്ന് അമലുസ്വാലിഹാത്തുകൾ സ്വീകരിക്കാൻ. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നതിനേക്കാൾ ഇഷ്ടമാണോ അള്ളാഹ്ക്കിത്? ആളുകൾ ചോദിക്കാണ്, സ്വഹാബികൾ ചോദിക്കാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണോ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഖാല ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. ഒരാള് തന്റെ സമ്പത്തും ശരീരം ഉപയോഗിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു, എന്നിട്ട് അയാൾ മടങ്ങിയില്ല. അയാളുടെ സമ്പത്തോ അയാളോ മടങ്ങിയില്ല, അഥവാ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. അങ്ങനെയുള്ളവരൊഴികെ ഷഹീദായ ഒരാളെക്കാൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട് ഷഹീദായ ഒരാളെക്കാൾ എന്നല്ല, ധർമ്മയുദ്ധത്തിന് പുറപ്പെടുന്ന ഒരാളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ നിങ്ങളുടെ അമലുസ്വാലിഹാത്താണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ തന്നെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ 10 രാവുകൾ എന്നാണ്. ആ 10 രാവുകൾ യഅനി അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് വലയാലിൻ അശ്ർ എന്ന് അള്ളാഹു സത്യം ചെയ്തത്. ഈ 10 ദിവസങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ മഹത്വമേറിയതാണ്, ഏറെ പുണ്യമുള്ളതാണ്, ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന്റെ കാരണം വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഇത്ര ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജമാ ഫീഹി ഉമ്മഹാത്തുൽ ഇബാദ്, എല്ലാ ആരാധനാകർമ്മങ്ങളും, വളരെ പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങളെല്ലാം ചേർന്നു വരുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ദുൽഹിജ്ജ മാസം ഹജ്ജിന്റെ മാസമാണ്. അതിലെ 10ാമത്തെ 8 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഹജ്ജ് ഉണ്ടാകുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്, ഉംറ നിർവഹിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്, അറഫ നോമ്പുള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ മാസത്തിൽ ആളുകൾ പുണ്യം പ്രതീക്ഷിച്ച് സ്വതക്ക ചെയ്യുന്നു, നമസ്കാരം നിർവഹിക്കുന്നു. ദാനധർമ്മവും നമസ്കാരവും ഹജ്ജും ഉംറയും നോമ്പും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ തീർച്ചയായും നിങ്ങൾ നന്മ കൊണ്ട് അനുഗ്രഹീതമാക്കണം, അമലുസ്വാലിഹാത്തുകളെ കൊണ്ട് നിങ്ങൾ ധന്യമാക്കണം. എല്ലാ സമയത്തും നമ്മൾ നന്മകൾ ചെയ്യണം. ചില സമയങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത് എന്തിനാണ്? എല്ലാ സമയങ്ങളിലും നമ്മൾ പുണ്യങ്ങൾ ചെയ്യണം. ചില സമയങ്ങളെ പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? ആ സമയത്തിന് നമ്മൾ ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ദുൽഹിജ്ജ മാസത്തിലെ 10 കഴിയുമ്പോ ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആകരുത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അധികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ധാരാളമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പുണ്യങ്ങൾ എന്നുള്ള നിലക്ക് കൂടുതലായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കേണ്ടുന്ന സമയമാണ് ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഹജ്ജ് തന്നെയാണ്. ഹജ്ജ് ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ, അല്ലാണ്ട് റസൂലിന്റെ പ്രയോഗമാണ്. ഹജ്ജ് ചെയ്ത് കഴിയുമ്പോ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ശരീരവും മനസ്സും പരിശുദ്ധമായിട്ടാണ് വിശുദ്ധ മണ്ണിൽ നിന്ന് ആളുകൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി തിരിച്ചു വരിക. എല്ലാവർക്കും അതിന് ഭാഗ്യം ലഭിക്കുന്നില്ല, എല്ലാവർക്കും അതിന് അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. അതിയായി ആഗ്രഹിക്കുമ്പോഴും
ജീവിതത്തിൽ അതിന് അവസരങ്ങൾ കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന 10,000-കണക്കിന് വിശ്വാസികളുണ്ട്. ഹജ്ജിന്റെ കർമ്മം നടക്കുന്നതിന്റെ കൂടെ അതല്ലാത്ത വിശ്വാസികൾക്ക് നിർവഹിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമായിട്ടാണ് ഉളഹിയ്യ, ബലികർമ്മം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിയറക്കാത്ത ഒരു വർഷം ഉണ്ടായില്ല. എല്ലാ കൊല്ലവും നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അതിസമ്പന്നനല്ല. നമ്മൾ ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ധാരണ നാട്ടിലെ ഏറ്റവും സമ്പന്നരായ 1-2 ആളുകളൊക്കെ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ് ബലികർമ്മം എന്നാണ് ആളുകൾ പൊതുവായി അങ്ങനെ ഒരു ധാരണയിലാണ്. നന്നായി സൗകര്യങ്ങളുള്ള നല്ല സമ്പത്തുള്ള നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നിൽക്കുന്ന ആളുകൾ അവരാണ് ഒരു ബലിമൃഗത്തെ അറക്കേണ്ടത് എന്ന രീതിയിലാണ് ആളുകൾ ധരിച്ചു വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട് ബലിയറക്കാത്ത ഒരു വർഷവും ഉണ്ടായില്ല. യാത്രയിലായ വർഷം പോലും ഒരു വർഷം ദുൽഹിജ്ജ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാവുന്ന ആ യാത്രയിലായ വർഷം പോലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിയർത്തിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബലിയറക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മം. ആ ബലികർമ്മത്തിൽ ഹജ്ജിനോടനുബന്ധിച്ച് നടക്കുന്ന ബലികർമ്മത്തിൽ തീർച്ചയായും ഞാനും നിങ്ങളും പങ്കെടുക്കേണ്ടതുണ്ട്. കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കാളികളാകേണ്ടതുണ്ട്. തനിച്ച് നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ, ഒരാടിനെ വാങ്ങി അറക്കാൻ കഴിയുന്ന ആളുകൾ, ആടിന് ഷെയർ ഇല്ലല്ലോ, തനിച്ചൊരാടിനെ വാങ്ങി അറക്കാൻ കഴിയുന്ന ആളുകൾ ഒരാടിനെ വാങ്ങി അറക്കുന്ന, അത് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന, അയാളും അത് ഭക്ഷിക്കുന്ന, ബലിമൃഗത്തെ ഒട്ടകത്തെയോ അതല്ലെങ്കിൽ മാടുകളെയൊക്കെ വാങ്ങി അറക്കാൻ കഴിയുന്നവർ അതിൽ പരസ്പരം പങ്കാളികളായിട്ടാണെങ്കിലും 7-ൽ ഒരാളായിട്ടാണെങ്കിലും അതിൽ പങ്കാളികളായി ആ കർമ്മം നിർവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസങ്ങൾ ഇത്രയും ശ്രേഷ്ഠത ഉള്ളതാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബലിയിറക്കാനും കഴിയില്ല, ഹജ്ജിന് പോകാനും കഴിയില്ല. നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിന് കഴിയാത്ത ആളുകൾക്ക് എന്താണുള്ളത്? ഏറ്റവും മഹത്തരമായ 10 ദിവസങ്ങൾ. റസൂൽ പറയാൻ മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ 10 ദിവസങ്ങൾ. വലാ അഹബ്ബു ഇലൈഹി, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട 10 ദിവസങ്ങൾ. അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, അല്ലാഹുവിനെ അമലു സ്വാലിഹാത്ത് ജനങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും മഹത്തരമായതുമായ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു ഫഅക്സിറൂ ഫീഹിന്ന, ഈ 10 ദിവസമാകുമ്പോൾ നിങ്ങൾ അധികരിപ്പിക്കണം, ധാരാളമായി നിങ്ങൾ നിർവഹിക്കണം. മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, പ്രത്യേകം എടുത്ത് ഈ 3 ദിക്റുകളെ റസൂൽ അവിടെ പറയാണ്. ഫഅക്സിറൂ ഫീഹിന്ന, നിങ്ങൾ ആ ദിവസങ്ങളിൽ അധികരിപ്പിക്കുക. മിനത്ത് തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക. വത്തക്ബീർ, തക്ബീർ നിങ്ങൾ അധികരിപ്പിക്കുക. വത്തഹ്മീദ്, ഹംദ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക. ധാരാളമായി ചെല്ലുക, പിശുക്ക് കാണിക്കാതിരിക്കുക, ഇഷ്ടം പോലെ നിങ്ങൾ ചെല്ലുക. വിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത് അവർ ക്ഷമ അവലംബിക്കുന്നവരാണ്, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, അവർ നമസ്കരിക്കുന്നവരാണ്. ഇങ്ങനെ 10ഓളം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് വിശ്വാസികളും വിശ്വാസിനികളും, അസ്വാബിരീന വസ്വാബിറാത്ത്, ക്ഷമിക്കുന്ന സ്ത്രീകളും ക്ഷമിക്കുന്ന പുരുഷന്മാരും, അങ്ങനെ 10 കാര്യങ്ങൾ പറയുന്നിടത്ത് വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അള്ളാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകളും, അതും പറയുന്നുണ്ട്. ഈ 10-ൽ-1 അള്ളാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകളും ഒന്നാണ്. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞപ്പോ ക്ഷമയെപ്പറ്റി പറഞ്ഞു. ക്ഷമിക്കുന്ന സ്ത്രീകൾ, ക്ഷമിക്കുന്ന പുരുഷന്മാർ, നമസ്കരിക്കുന്ന സ്ത്രീകൾ, നമസ്കരിക്കുന്ന പുരുഷന്മാർ, സ്വതക്ക ചെയ്യുന്ന സ്ത്രീകൾ, സ്വതക്ക ചെയ്യുന്ന പുരുഷന്മാർ, അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ദിക്റിനെ പറ്റി പറയുന്നിടത്ത് വദ്ദാക്കിരീനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്,
ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകളും ധാരാളമായി എന്നൊരു പദം ചേർത്ത് വെച്ചിട്ടാണ് ദിക്റിനെ പറ്റി അള്ളാഹു പറഞ്ഞത്. അപ്പോ നമ്മളിങ്ങനെ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നമ്മൾ മഹാഭൂരിപക്ഷം ആളുകൾ സലാം വീട്ടി കഴിഞ്ഞാൽ ആ ദിക്റുകൾ ചൊല്ലിയിട്ടാണ് എഴുന്നേറ്റ് പോവുക. അപ്പോഴത്തേക്ക് മാത്രമായി നിങ്ങൾ ദിക്റിനെ പരിമിതപ്പെടുത്തരുത്. പിന്നെയോ നിങ്ങളത് ധാരാളമാക്കുക, ഇഷ്ടം പോലെ ചെല്ലുക, ചൊല്ലിക്കൊണ്ടേയിരിക്കുക. കഴിയുന്ന സമയങ്ങളിലൊക്കെ നിന്നും ഇരുന്നും കിടന്നും യാത്രകളിലും എപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസാന്നിധ്യത്തോടുകൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാൻ കഴിയുമോ, അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കാൻ കഴിയുമോ, അതിനൊക്കെ പുണ്യമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റിന്റെ മഹത്വം പറയുമ്പോൾ, അതിന്റെ ശ്രേഷ്ഠതകൾ പറയുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 2 പദങ്ങൾ പറഞ്ഞു തരാം. അള്ളാഹുവിന് ഇഷ്ടമുള്ള 2 പദങ്ങൾ അതാണ്. കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ. നിങ്ങൾക്ക് ഉച്ചരിക്കാൻ എളുപ്പമുള്ള, പറയാൻ എളുപ്പമുള്ള 2 പദങ്ങളാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള 2 പദങ്ങളാണ്. അതോടൊപ്പം സഖീലത്താനി ഫിൽ മീസാൻ, പരലോകത്ത് വരുമ്പോ നന്മക്ക് കനം തൂക്കുന്ന 2 പദങ്ങളാണ്. അക്ഷരങ്ങൾ വന്നിട്ട് വാക്കുകൾ വന്ന് തുലാസിൽ കനം തൂക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ കർമ്മങ്ങളുടെ തുലാസിൽ നിങ്ങൾ ഈ പറയുന്ന ദിക്റുകൾ ഖനം തൂക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. 3 വിശേഷണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഹബീബത്താനിയിൽ റഹ്മാൻ, അള്ളാഹുവിന് ഇഷ്ടമുള്ള 2 ദിക്റുകൾ ഞാൻ പറഞ്ഞുതരാം. ആ 2 ദിക്റുകളുടെ പ്രത്യേകത, രണ്ടാമത്തെ പ്രത്യേകത ഖഫീഫത്താനി അലൽ ലിസാൻ, നിങ്ങളുടെ നാവുകൾക്ക് ആർക്കു വേണമെങ്കിലും ഉച്ചരിക്കാവുന്ന, പറയാൻ എളുപ്പമുള്ള 2 പദങ്ങളാണ്. മൂന്നാമത്തത് സഖീലത്താനി ഫിൽ മീസാൻ, മീസാൻ നന്മകളും തിന്മകളും തൂക്കുന്ന തുലാസിൽ നന്മക്ക് ഖനം തൂക്കുന്ന 2 പദങ്ങളാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, വബിഹംദിഹി എല്ലാ സ്തുതികളും അവനാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അൽ അലീം മഹത്വങ്ങൾക്ക് ഉടമപ്പെട്ടവനാണ് അല്ലാഹു. അതാണ് 2 ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നിങ്ങൾ ഇത് ധാരാളമായി പറയുക. ഇത് 2 അല്ലാഹുക്ക് ഇഷ്ടാണ്. ഈ 2 പദങ്ങളും പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ 2 പദങ്ങളും നന്മയുടെ തുലാസിൽ ഖനം തൂക്കുന്ന 2 പദങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ദിക്റുകൾ ഉദ്ഹിയ്യത്ത് നിർവഹിക്കാമെന്നതുപോലെ ദിക്റുകൾ നിങ്ങൾ ധാരാളമായി നിർവഹിക്കുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. മറ്റൊന്ന് അറഫ നോമ്പാണ്. നോമ്പ് സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന സുന്നത്ത് നോമ്പാണ് അറഫ നോമ്പ്. അറഫ നോമ്പ് ദുൽഹിജ്ജ 9-നാണ് അറഫ നോമ്പ് എടുക്കേണ്ടത്. ഇനി ഏതെങ്കിലും നിലക്ക് സൗദി അറേബ്യയും നമ്മളും തമ്മിൽ തീയതികളിൽ വല്ല വ്യത്യാസം വന്നിട്ട് എല്ലാ കൊല്ലവും ഈ കാലമാകുമ്പോ അനാവശ്യമായ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ട് ആളുകൾ ഇങ്ങനെ വസ്വാസിലായി ചോദ്യം ചോദിക്കുന്ന ഒരു വിഷയമാണ്. ഏതെങ്കിലും കാരണം കൊണ്ട് മക്കത്തും ഹറമിലും നമ്മുടെ നാട്ടിലും ദുൽഹിജ്ജ മാസത്തിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എണ്ണ വ്യത്യാസങ്ങൾ വന്നാൽ, അവിടെ ദുൽഹിജ്ജ 9, നമുക്ക് പിറ്റേന്നാണ് 9, അങ്ങനെയൊക്കെ വന്നാൽ അതിലൊന്നും ഒരു അസ്വസ്ഥതയും കാണേണ്ടതില്ല, ഒരു ബേജാറുണ്ടാകേണ്ടതില്ല. നമുക്കെന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നമ്മൾ അറഫ നോമ്പെടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നമ്മൾ അറഫ നോമ്പെടുക്കേണ്ടത്. ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പെടുക്കേണ്ടത് എന്നത് നമ്മുടെ വ്യാഖ്യാനമാണ്, ആളുകളുടെ വിശദീകരണത്തിന്റെ ഭാഗമാണ്. അതിനോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് അറഫ നോമ്പെടുക്കുന്നത് എന്നത് ജനങ്ങളുടെ വിശദീകരണമാണ്. അള്ളാഹു ആവശ്യപ്പെട്ടത് ദുൽഹിജ്ജ 10-ന് പെരുന്നാൾ ആഘോഷിക്കാനും നോമ്പെടുക്കാതിരിക്കാനും, ദുൽഹിജ്ജ 9-ന് നോമ്പെടുക്കാൻ, അറഫ നോമ്പെടുക്കാനുമാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. ആ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ. റസൂലുള്ളാഹ് അറഫ നോമ്പെടുക്കുക എന്നല്ല,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9 നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ദുൽഹിജ്ജ 9 നമ്മൾ നോമ്പെടുക്കുക. വയൗമു ആശുറ, മുഹറം 10 നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. വസലാസത അയ്യാമിൻ മിൻ കുല്ലി ശഹർ, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ് റഹിമഹുല്ലാഹ്. വസലാസത അയ്യാമിൻ, 3 ദിവസങ്ങൾ, മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിലെയും 3 ദിവസങ്ങളും റസൂലുള്ളാഹി നോമ്പെടുക്കാറുണ്ടായിരുന്നു. എല്ലാ മാസത്തിലെയും 3 ദിവസങ്ങൾ എന്ന് പറയുന്നത് അറബ് മാസത്തിലെ 13, 14, 15 തീയതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതും സുന്നത്താണ്. അപ്പോ അറഫ നോമ്പ് എന്ന് പറയുന്നത് ദുൽഹിജ്ജ 9 വളരെ പ്രബലമായ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നിന്ന്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസം എടുക്കുന്ന നോമ്പിനെ കുറിച്ച്, ദുൽഹിജ്ജ 9 അറഫ, ആ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. യുകഫിറു സനതൽ മാദിയ്യ വൽ ബാഖിയ്യ, എന്താണ് അറഫ നോമ്പിന്റെ മഹത്വം, അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ശ്രേഷ്ഠത എത്രത്തോളമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ അറഫ നോമ്പ് എടുക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ ഒരു വർഷത്തെയും അതിന് ശേഷമുള്ള ഒരു വർഷത്തെയും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന മഹത്തായ കർമ്മമാണ് അറഫ ദിവസത്തെ ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കേണ്ടായി. അതുകൊണ്ട് അറഫ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും അത് വിട്ടുപോകരുത്, മറന്നുപോകരുത്, വീഴ്ച സംഭവിക്കരുത്. ദുൽഹിജ്ജ 9 അറഫ ദിവസം നോമ്പെടുക്കുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുകയും അങ്ങനെ നിർവഹിക്കാൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്നല്ലാഹ തആല യുബാഹി ബി അഹ്ലി അറഫാത്തിൻ മലായികതസ് സമാ, അറഫയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ദിവസം അല്ലാഹു ആകാശലോകത്തുള്ള മലക്കുകളോട് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയും. അറഫ ദിവസം ഹാജിമാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ദിവസം അല്ലാഹു മലക്കുകളോട് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയും, ഉൻദുറൂ ഇലാ ഇബാദി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എന്റെ വിളി കേട്ടുകൊണ്ട് ഇവിടെ വന്ന് ഒരുമിച്ച് കൂടിയ എന്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കുവീൻ. അതൗനി ശുഅഫൻ ഉബ്റൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ദുർഘടമായ യാത്രകൾ ചെയ്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്രയുടേതായ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് വന്നവരാണവർ. ഉഷ്ഹിദുക്കും, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, അന്നീ ഖദ് ഗഫർതു ലഹും, ഹജ്ജിൽ നമുക്ക് പോകാൻ ഭാഗ്യമുണ്ടായ ആളുകൾ ആ ഹജ്ജ് നിർവഹിച്ച വർഷം അറഫയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോ അന്നത്തെ ദിവസം ആകാശലോകത്തുള്ള മലക്കുകളോട് അള്ളാഹു പറഞ്ഞു, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനിതാ പ്രഖ്യാപിക്കുന്നു, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ ഇവർക്ക് ഈ അറഫയിൽ ഒത്തുകൂടിയ മുഴുവൻ ആളുകൾക്കും അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുമെന്നാണ്. ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ് സഹോദരങ്ങളെ, അത്ര പ്രാധാന്യമുള്ളതാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അറഫ ഉൾപ്പെടെയുള്ള ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ആ 10 ദിവസങ്ങളിൽ ധാരാളമായി നന്മകൾ ചെയ്യുക, നമ്മുടെ സുഹൃതങ്ങളെ വർദ്ധിപ്പിക്കുക, സൽപ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുക, സ്വതക്കകൾ ചെയ്യുക, നോമ്പെടുക്കുക. ദുൽഹിജ്ജ 9 മാത്രമല്ല, ഈ വിഷയം ഇങ്ങനെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാം, അല്ലാത്ത ദിവസങ്ങളിലും ഈ 10 ദിവസങ്ങളിൽ നമുക്ക് കഴിയുന്ന അത്ര ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കാവുന്നതാണ്. അറഫ നോമ്പിന്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു കൂടാൻ പാടില്ലാത്തതാണ് എന്ന രൂപത്തിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഖത്തം ചെയ്യുക, പരിശുദ്ധ ഖുർആൻ 10 ദിവസം സമയമുണ്ട്, കഴിയുന്ന ആളുകൾ പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതി തീർക്കുക, രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക, ധാരാളമായി ദിക്റുകൾ ചെല്ലുക. ഇതെല്ലാം ഈ 10 ദിവസങ്ങളിൽ മറ്റ് ദിവസങ്ങളിൽ നിന്നില്ലാത്ത വിധം പ്രത്യേകമായി നമ്മൾ എടുത്ത് ചെയ്യേണ്ടതാണ്. നമുക്ക് കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ
നമ്മൾ സാധാരണ ദിക്റുകളൊക്കെ ചൊല്ലുക നിസ്കരിക്കുന്ന സമയത്ത്, നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലുള്ളപ്പോ ഒക്കെയാണ് നമ്മൾ ദിക്റുകൾ ചൊല്ലുക. അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് ഉച്ചത്തിൽ തക്ബീർ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ അങ്ങനെ പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും ധാരാളമായി ദിക്റുകൾ, തക്ബീർ അടക്കമുള്ള ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്. ഇബ്നു ഹജർ നേരത്തെ പറഞ്ഞത് വല്ലദീ യൽഹറു അന്ന സബബ ഫിംതിയാസി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജ 10 ദിവസങ്ങളുടെ മഹത്വത്തിന്റെ കാരണം ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്ത് ഫീ, എല്ലാ സുപ്രധാനമായ ആരാധനാകർമ്മങ്ങളും ഒത്തുകൂടുന്ന 10 ദിവസമാണത്. ഹജ്ജും ഉംറയും ബലിയും നോമ്പും നമസ്കാരവും സ്വതക്കയും ഖുർആൻ പാരായണവും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന 10 ദിവസങ്ങളാണത്. വഹിയ സ്വലാത്തു, നിസ്കാരമുണ്ടതിൽ, വസ്സിയാം, നോമ്പുണ്ടതിൽ, വസ്സദഖത്തു, സ്വതക്കയുണ്ടതിൽ, വൽ ഹജ്ജു, ഹജ്ജുണ്ട്, അതല്ലാത്തയും സൽക്കർമ്മങ്ങളുണ്ട് എന്ന് വിശദീകരിക്കുകയാണ്. ദുൽഹിജ്ജ 10 ദിവസത്തിലേക്കാണ്, ആ മഹത്തരമായ 10 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ 10 ദിവസം അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ വീട്ടിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകണം. ആരാധനാകർമ്മങ്ങളിൽ ഈ 10 ദിവസങ്ങൾ അതിന്റേതായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും കൽപ്പിച്ചുകൊണ്ട് തന്നെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹു ശ്രേഷ്ഠത നൽകിയതിന്റെ ശ്രേഷ്ഠതയെ പരിഗണിക്കുക. അത് ഈ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ അള്ളാഹു പ്രത്യേകമായ ശ്രേഷ്ഠത നൽകിയ, ബഹുമാനം നൽകിയ, മഹത്വം നൽകിയ 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങൾ ആദരിക്കുന്ന സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉളഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടാൽ, വ അറാദ അഹദുക്കും അൻ യുളഹി, ഉളുഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഫൽയുംസിക് അൻ ശഅരിഹി വ അൽഫാരിഹി, അവരവരുടെ മുടിയും നഖവും പിന്നീട് ആ 10 ദിവസങ്ങൾക്കിടയിൽ നീക്കം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ 1 ആരംഭിച്ചാൽ അറവ് നടക്കുന്നതുവരെ, അറവ് നമസ്കാര ശേഷമാണ് അത് നിർവഹിക്കേണ്ടത് എന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, തീർച്ചയായും ആശ്വാസകരമായ വാർത്തകൾ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു വലിയ ഭീഷണിയെ, ഒരു സമുദായം മുഴുവൻ നേരിടുന്ന ഒരു വലിയ ഭീതിയെ താൽക്കാലികമായിട്ടെങ്കിലും അള്ളാഹു അതിനെ പ്രതിരോധിക്കാനും അതിനെ അതിജീവിക്കാനുമുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നൽകുന്നു എന്ന വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകുമ്പോൾ, അള്ളാഹു നമുക്ക് സമാധാനം നൽകുമ്പോൾ അത് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നൊരു തിരിച്ചറിവുണ്ടാകണം. LKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഉമ്മയോട് ചോദിക്കുകയാണ്. LKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്ത് കാരണത്താലാണ്, ആരുടെ സംസാരം കൊണ്ടാണ് അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു ചിത്രം പകർന്നു കിട്ടിയത് എന്നറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മളൊക്കെ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുമോ എന്നൊരു ചെറിയ കുട്ടി ചോദിക്കുകയാണ്. ഭീതി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണമാണ്. പേടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുക, അമ്ന് നൽകുക, നിർഭയത്വം നൽകുക, ആശ്വാസം നൽകുക, സമാധാനം നൽകുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഈലാഫിൽ പറഞ്ഞു, നിങ്ങൾ ഈ ഭവനത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. അവൻ ആരാണ്? അല്ലദീ അത്അമഹും മിൻ ജൂഇ, വിശപ്പില്ലാതെ വിശക്കുന്നതിന് പരിഹാരമായി നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ. വആമനഹും മിൻ ഖൗഫ്, നിങ്ങൾക്ക് പേടി നീങ്ങി നിർഭയത്വം നൽകുകയും ചെയ്യുന്നവൻ. അത് ചെയ്യുന്ന റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അവന് നിങ്ങൾ തലകുനിക്കണം. അവന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം. അവനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കണം. കാരണം വിശപ്പിനാഹാരവും പേടിക്ക് പകരമായി നിർഭയത്വവും
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് നിർഭയത്വം നൽകുമ്പോ നിങ്ങൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങണം, അവന് സുജൂദ് ചെയ്യണം, നിങ്ങൾ അവന് ഇബാദത്തെടുക്കണം. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ' വആമനഹും മിൻ ഖൗഫ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, ധാരാളമായി ആരാധിക്കുന്ന, സുജൂദുകൾ ധാരാളമായി ചെയ്യുന്ന, അള്ളാഹുവിനെ നിരന്തരമായി സ്മരിക്കുന്ന, അള്ളാഹുവിനോട് ധാരാളമായി പാപമോചന പ്രാർത്ഥന നടത്തുന്ന സ്വാലിഹീങ്ങളാകാനാണ്, സജ്ജനങ്ങളാകാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള സദ്വൃത്തവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും പൊരുത്തങ്ങളും വാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, മരണപ്പെടുമ്പോ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ, പരലോകത്ത് സ്വർഗാവകാശികളായി ഉയർത്തെഴുന്നേൽക്കാൻ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരീ സഹോദരന്മാർ അള്ളാഹു അവരുടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. ശരീരത്തിനും മനസ്സിനും അനുഭവിക്കുന്ന വേദനകൾ